ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഉണ്ടുള്ള നല്ല അടിപൊളി ഒരു മീൻ അച്ചാർ കേട്ടോ. ഇപ്പോൾ ഈ കുഞ്ഞിമത്തിയുടെ സീസൺ അല്ലേ, അപ്പോൾ എല്ലാവരും അതൊന്ന് വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കി. നല്ല കിടിലോസ്കി ടേസ്റ്റാണ്. അപ്പം നമുക്ക് തുടങ്ങാം. മത്തി, ചെറിയ മത്തി. ഇത് നന്നാക്കി എടുക്കാൻ ഇച്ചിരി പണിയായി കേട്ടോ എനിക്ക്. അതൊന്ന് ക്ഷമയോടെ ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. ഞാനിത് 2 കഷ്ണങ്ങളായിട്ട് നുറുക്കേണ്ട, കാരണം വറുത്ത് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി കുഞ്ഞാവും, കാരണം അത്രേ ചെറിയ മത്തിയ. പക്ഷെ അതിൻ്റെ അച്ചാറിൻ്റെ രുചി ഇത് മാത്രം മതി നമുക്ക് ചോറ് കൂട്ടി കഴിക്കാൻ. ഒരു ചെറിയൊരു മാരിനേഷൻ വേണം. കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കല്ലുപ്പ്, ലേശം വിനീഗർ ഇതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് ഈ മസാലയും ഉപ്പെല്ലാം മീനിൽ പിടിക്കുന്നവർക്ക് നമുക്ക് മാറ്റി വെക്കാം. വേറെ ചേരുവകൾ വേണ്ടത്: എരിവിന് പച്ചമുളക്, അധികം വെളുത്തുള്ളി, ഇഞ്ചി കുറവ് മതി, കുനുകുനാന്ന് അരിഞ്ഞത്. നമുക്ക് പേസ്റ്റ് വേണ്ട, അരിഞ്ഞ് എടുക്കണം. പിന്നെ വറുക്കാനായിട്ട് ഞാൻ നല്ലെണ്ണയാട്ടോ ഉപയോഗിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ഉപയോഗിക്കാം, പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ്. അപ്പോൾ ഇത് നമുക്ക് വറുത്തെടുക്കാം. ഒരുപാട് മൊരിഞ്ഞു പോണ്ട, അത്യാവശ്യം റോസ്റ്റ് ആയിരിക്കണം. ഓക്കെ, വറുത്ത് വെച്ചത് മാറ്റി വെച്ച് അതേ എണ്ണയിൽ നമുക്ക് അച്ചാറുണ്ടാക്കി തുടങ്ങാം. നല്ലെണ്ണ, വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പം ഇഞ്ചി, പച്ചമുളക് ചേർക്കാം. പച്ചമുളകിൻ്റെ നമ്പർ നിങ്ങൾ എരിവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ലേശം കറിവേപ്പില. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടും. പിന്നെ അത്യാവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ് കുറച്ച് മുമ്പോട്ടായിരിക്കണം. ഇതൊക്കെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചാറിന് അറിയാവുന്നതാണല്ലോ. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർക്കാവൂ, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോവും. അത് ശ്രദ്ധിക്കണേ, പച്ചവെള്ളം ചേർക്കരുത്. തിളച്ച വെള്ളം ചേർത്ത് ഒന്നും കൂടി നന്നായി തിളയ്ക്കുമ്പം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച അച്ചാർ. ഇതിലേക്ക് ഒരു പൊടി വേണം, ഇച്ചിരി ഉലുവ, കുറച്ചധികം കടുക്. ഇത് എണ്ണ ഒന്നും ഒഴിക്കാണ്ട് നന്നായിട്ട് റോസ്റ്റായി പൊട്ടി വരുമ്പം നമുക്കിതിൻ്റെ ഒരു പൗഡറാക്കിയിട്ട് നമ്മൾ ആ വെള്ളത്തിൽ വിനീഗറിലും അച്ചാറൊക്കെ മീനൊക്കെ നമ്മൾ നന്നായിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടില്ലേ, അത് വെന്ത് വരുമ്പം ഈ ഒരു പൊടിയും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു ദിവസം വെച്ച് ഒന്ന് കഴിച്ചു നോക്കിയേ എൻ്റെ അമ്മയെ, അടിപൊളി മത്തി മീൻ അച്ചാർ തയ്യാറാണ്. ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിയേ. ക്രിസ്മസ് ആകുമ്പോഴേക്കും അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരാനുണ്ട്. ലവ് യു ഓൾ, ബൈ.